ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും കേരള ബ്രദേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളാണെങ്കിൽ തൃക്കുന്നപ്പുഴ വരെ പോകാം കേട്ടോ. ആലപ്പുഴ തൃക്കുന്നപ്പുഴ. നാസിയുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ സ്ഥലം. അപ്പം നമ്മൾ അവിടേക്ക് പോകുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ, ആറാട്ടുപുഴയിലാണ് നാസിയുടെ മാമാടെയൊക്കെ വീട് വരുന്നത്, മാമാടെയൊക്കെ വീട്. അപ്പോൾ നമ്മളിങ്ങനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ എല്ലാം കടൽ കയറി കിടക്കാമെന്ന്. സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമം തോന്നി കേട്ടോ. ആ ഒരു ഭാഗമൊക്കെ കണ്ടപ്പോഴത്തെ നിങ്ങൾ ഈ കാണുന്ന ഇത് വീഡിയോയിൽ കൂടെ കാണുന്ന പോലെയല്ല, നമ്മൾ നേരിട്ട് കാണുമ്പോഴത്തെ റോഡിലേക്കെല്ലാം കടലടിച്ച് കയറി മണലായി വണ്ടിയൊക്കെ പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. JCB കൊണ്ടുവന്ന് മണ്ണൊക്കെ മാറ്റിയിട്ടിട്ടാണ് അതിൽ കൂടെ ആൾക്കാർ പോകുന്നത്. കടലിൻ്റെ തീരങ്ങൾ കിടക്കുന്ന കണ്ടു കഴിഞ്ഞാൽ നമുക്ക് നല്ല വിഷമം വരും. ഇതെല്ലാം കടലടിച്ച് കയറിയ സമയത്ത് വന്ന മണ്ണുകളാണ് JCB വെച്ച് കോരി മാറ്റിയിട്ടേക്കുക. ഗതാഗതത്തിന് വേണ്ടിയിട്ടും അവിടുത്തെ ആൾക്കാരുടെ പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും വീടുകളിലേക്കും വീടിന് അകത്തേക്കും ഒക്കെ വെള്ളം അടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു, മണലടിച്ച് കയറിയിട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ കടലിൻ്റെ തീരത്ത് താമസിക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം കാണുമ്പോഴത്തേ വിഷമം തോന്നുന്നുണ്ട്. കാരണം അത്രയധികം കഷ്ടപ്പെട്ടാണ് അവരവിടെ കഴിയുന്നത്. മിക്ക മഴക്കാലത്തും അവിടെ ഇത് തന്നെയാണ് അവസ്ഥ. ഈ കടലടിച്ച് കയറുക, ഇതുപോലുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും. വീടുകളൊക്കെ ഒരുപാട് വീടുകൾ ഒഴിഞ്ഞു കിടപ്പുണ്ട്. പല വീടുകളും ഇടിഞ്ഞ് പൊളിഞ്ഞ് വീടാറായിട്ടുള്ള വീടുകളുണ്ട്. അവിടെ നിന്ന് ആൾക്കാർ താമസം മാറിയതാണെന്ന് തോന്നുന്നു ഇത്തരം പ്രശ്നങ്ങൾ കാരണം. ഇപ്പോഴും അവിടെ താമസിക്കുന്ന ആൾക്കാരുമുണ്ട്. ഈ കടലിൻ്റെ തീരത്ത് താമസിക്കുന്ന ആൾക്കാർക്കാണ് ഏറ്റവും കൂടുതൽ പ്രശ്നം വരുന്നത്. അപ്പുറത്തും പ്രശ്നമുണ്ട്, വെള്ളമടിച്ച് കയറുമ്പോഴത്തേക്ക് അവിടെ അകത്തോട്ടെല്ലാം വെള്ളമടിച്ച് കയറാറുണ്ടില്ല എന്നല്ല. പക്ഷേ കൂടുതലും ഇവർക്കാണ് ഈ കടലിനോട് ചേർന്ന് താമസിക്കുന്നവർക്കാണ് കൂടുതലും ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. ഞാൻ പലപ്പോഴും നാസിയോട് ചോദിച്ചു ഈ അവസ്ഥയൊക്കെ കണ്ടപ്പോഴത്തെ, നാസി രാത്രി ഇവരെങ്ങനെ ഇതിനകത്ത് കിടന്ന് ഉറങ്ങുന്നത്, പേടിയാവത്തില്ല? നമുക്ക് തന്നെയാണെങ്കിൽ മഴ പെയ്യുന്ന സമയത്ത് വീട്ടിലേക്ക് വെള്ളം കയറുമോ, നമ്മുടെ പറമ്പിലേക്ക് വെള്ളം കയറുമോ എന്നുള്ളൊരു ടെൻഷനിലാണ് നമ്മൾ കിടക്കുന്നത്. ഇവിടെയാണെങ്കിൽ മഴ പെയ്യുമ്പോഴെല്ലാം ഇവിടെ വെള്ളം കയറും എന്നുള്ളത് ഇവർക്കറിയാം. അപ്പോൾ അതെല്ലാം അറിഞ്ഞു വെച്ചിട്ട് ഇവരെങ്ങനെ സമാധാനത്തോടെ വീട്ടിൽ കിടന്ന് ഉറങ്ങുന്നു എന്ന് ഞാൻ നാസിയോട് ചോദിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ അവർ കടലിൻ്റെ മക്കളാണ്. കടലിലേക്ക് പോകുന്ന സമയത്ത് അവർ എത്രത്തോളം ധൈര്യത്തോടെയാണോ പോകുന്നത്, അതേ ധൈര്യത്തോടെ അവർ ആ വീട്ടിലും കിടന്നുറങ്ങുന്നത്. നിങ്ങൾ ഈ കാണുന്ന എല്ലാം കടലടിച്ച് കയറിയതിന് ശേഷം കടലടിച്ച് കയറിക്കൊണ്ടിരിക്കുന്നതും സീനുകളാണ്. അവിടെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ പുലിമുട്ടയും പാറകളൊക്കെ ഇട്ടതിന് ശേഷമാണ് ഈ ഒരുപാടധികം പ്രശ്നങ്ങൾ അങ്ങോട്ട് ബാധിക്കാത്തത്. ഇത് നിങ്ങളിപ്പോൾ കാണുന്നത് തൃക്കുന്നപ്പുഴ ബീച്ചാണ്. ബീച്ചെന്ന് പറയാനായിട്ടില്ല, കാരണം കടലെടുത്തെല്ലാം പോയിട്ടുണ്ട്. ആകെ ഒരു ചെറിയ ഭാഗം മാത്രമാണ് കുറച്ച് വിനോദത്തിനായിട്ട് നിർത്തിയിരിക്കുന്നത്. ഇത് നമ്മൾ തിരിച്ച് വരുന്ന സമയത്ത് എടുത്തതാണ്. തൃക്കുന്നപ്പുഴയിൽ ഏറ്റവും കൂടുതൽ കടലടിച്ച് കയറി ഒരുപാട് നാശനഷ്ടങ്ങളുണ്ടായ ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ഇപ്പം തന്നെ ഇത് ഈ മഴയില്ലാതെ എല്ലാം തോന്നി നിൽക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ എന്ത് ശക്തിയായിട്ടാണ് ഈ കാറ്റടിച്ച് കയറുന്നത്. അപ്പം മഴ തിരയടിച്ച് കയറുന്നത് ആ സമയത്ത് മഴയും കൂടെ പെയ്ത് കാറ്റും നന്നായിട്ടുള്ള സമയത്ത് ഇത് എങ്ങനെയായിരിക്കും കയറുന്നതെന്നുള്ളത് നമുക്ക് അന്നേരം ഊഹിക്കാവുന്നേ ഉള്ളൂ. ഇപ്പം തന്നെ നല്ല ഫോഴ്സിലാണ് തിരയടിച്ച് കയറുന്നത്. ഞങ്ങളവിടെ നിൽക്കുന്ന സമയത്ത് തന്നെ തിരയടിച്ച് കയറുമ്പോഴത്തേക്ക് ഏകദേശം ഒരു 2-3 ആൾ ഉയരത്തിലൊക്കെയാണ് തിരയാണെങ്കിൽ മേളിലേക്ക് കയറി വരുന്നത്. നമുക്ക് കാണുമ്പോൾ തന്നെ പേടിയാണ്. ഞങ്ങൾ ഈ നിൽക്കുന്ന ഭാഗത്തേക്കൊക്കെ തിര നല്ല ഫോഴ്സിൽ അടിച്ചു കയറണം. അപ്പം നല്ലോണം മഴയും കാറ്റും ഉള്ള സമയത്തെന്ന് വെച്ചാൽ നല്ല രീതിയിലായിരിക്കും തിര അടിച്ചു കയറുന്നത്. നമുക്കൊന്നും ഊഹിക്കാൻ പോലും പറ്റില്ല, അത്രയ്ക്കും ഫോഴ്സിലായിരിക്കും തിര അടിച്ചു കയറുന്നത്. എന്തായാലും ഞങ്ങൾ കുറച്ച് നേരം അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളെല്ലാം ഒന്ന് കണ്ടു നിന്നു. കാരണം അവരുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടും അവിടെ എങ്ങനെയാണെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും. പിന്നെ നമുക്കാണെങ്കിൽ കുറച്ചുകൂടെ നിന്നപ്പോഴത്തേക്കും നമുക്ക് അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റി. കാരണം ഞങ്ങളുടെ ദേഹത്തേക്ക് തന്നെ പലതവണയും തിരയടിച്ച് കയറിയിട്ട് വെള്ളം തെറിച്ച് വീഴുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ ദേഹത്തേക്ക് അത്രയും ഫോഴ്സിൽ വന്ന് വെള്ളം വീഴണമെന്നുണ്ടെങ്കിൽ എന്തുമാത്രം ശക്തിയിലായിരിക്കും ആ വെള്ളം അവിടെ അടിക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം അവിടെ നിന്നതിന് ശേഷം തിരിച്ച് വരാൻ വേണ്ടി നിൽക്കുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കാറ്റ് കയറിക്കൊണ്ടപ്പോഴേ അവിടെ എല്ലാവരും പറയുന്നുണ്ടായിരുന്നു, അധികം നേരം ഇവിടെ നിൽക്കേണ്ട, നിങ്ങൾ പൊക്കോ, കാറ്റ് കയറിക്കൊണ്ട് കഴിഞ്ഞാൽ നന്നായിട്ട് മഴ വരും, പിന്നെ തിരയും നന്നായിട്ട് ഫോഴ്സിലടിച്ച് കയറാം, അതുകൊണ്ട് വേഗം പോകാൻ നോക്ക് എന്ന് ഞങ്ങളടുത്ത് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് വണ്ടി എടുത്ത് അവിടെ നിന്ന് ഇറങ്ങുകയാണ് ചെയ്തത്. പക്ഷേ ഇറങ്ങുന്ന സമയത്ത് തന്നെ ഈ കാറ്റിൻ്റെ ആ ഫോഴ്സിൽ തിരയുടെയൊക്കെ ഭാവങ്ങൾ മാറി. ഞങ്ങളവിടെ നിന്ന സമയത്ത് അധികം ഫോഴ്സിലല്ല തിര വന്നുകൊണ്ടിരുന്നത്. പക്ഷേ ഞങ്ങളവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ആ കാറ്റും കൂടെ വന്നു കഴിഞ്ഞപ്പോൾ തിര നന്നായിട്ട് അടിച്ചു കയറാൻ തുടങ്ങി. ഞങ്ങൾ ഈ വരുന്ന സമയത്ത് നിങ്ങൾ ഈ തെങ്ങിൻ്റെ മണ്ടഭാഗമൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് കാറ്റ് വീശുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ താഴെയെല്ലാം തന്നെ കരിയിലകളും കവറുകളെല്ലാം പറക്കുന്ന, ആൾക്കാർ കുട പിടിച്ച് പോയവർക്ക് കുട പിടിച്ച് പോകാൻ പോലും പറ്റുന്നില്ല. അതുപോലെയായിരുന്നു. ഈ തീരദേശത്താണ് ഏറ്റവും കൂടുതൽ ഈ കാറ്റിൻ്റെ പ്രശ്നം എനിക്കിപ്പോൾ മനസ്സിലായി. കാരണം ഞങ്ങളുടെ ഇവിടെ കാറ്റിൻ്റെ പ്രശ്നമുണ്ട്. നമ്മുടെ ഇവിടെയൊക്കെ വെച്ചാൽ കാറ്റടിച്ച് കഴിഞ്ഞാൽ മരങ്ങളൊക്കെ എപ്പോഴും പിഴുത് വീഴുന്നൊരു ഏരിയയാണ് ഞങ്ങളുടേത്. പക്ഷേ ഇവിടെ കണ്ട കാറ്റിനേക്കാളും കുറച്ചുകൂടെ ശക്തമായിട്ടായിരുന്നു ഞാനാണെങ്കിൽ അവിടെ തൃക്കുന്നപ്പുഴ വെച്ച് കണ്ടത്. അതായത് അവിടുന്ന് ഞങ്ങൾ ഓച്ചിറ വരുന്നത് വരെയും, ഓച്ചിറ നമ്മുടെ അഴീക്കൽ ബീച്ചിൽ വരുന്നത് വരെയും നല്ല രീതിയിൽ കാറ്റടിക്കുന്നുണ്ടായിരുന്നു. കാറ്റ് ചെറിയ രീതിയിലുള്ള കാറ്റൊന്നുമല്ല, നല്ല ഫോഴ്സിലാണ് കാറ്റടിക്കുന്നത്. ഭാഗ്യത്തിന് ഞങ്ങൾ കാറിൽ പോയതുകൊണ്ട് നമുക്ക് അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. ബൈക്കിലായിരുന്നെങ്കിൽ ഒരു കാരണവശാലും ഞങ്ങൾക്ക് തിരിച്ച് വരാൻ പറ്റത്തില്ലായിരുന്നു, അതുപോലുള്ള കാറ്റ് അടിച്ചുകൊണ്ടിരുന്നത്.
അതേമാതിരി നല്ല മഴയെന്ന് വെച്ചാൽ ചെറിയ രീതിയിലൊന്നും നിങ്ങളിപ്പോൾ ഈ കാണുമ്പോഴത്തേക്ക് വലിയ മഴയായിട്ട് തോന്നിയോ അതിലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ കാറ്റ് വലുതായിട്ട് വീശുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യില്ല. പക്ഷേ അവിടെ നിൽക്കുന്ന സമയത്തായിരുന്നു ഞങ്ങളത് നന്നായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ നന്നായിട്ട് പേടിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് പിന്നെ ചെറിയ കാര്യം മതി നന്നായിട്ട് പേടിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ കാറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വീശുന്നുണ്ടായിരുന്നു. ഞാൻ ഇതിനിടയ്ക്ക് ഒരു ന്യൂസ് കണ്ടിട്ടുണ്ടായിരുന്നു. ഓടിക്കൊണ്ടിരുന്ന വണ്ടിയുടെ കാറിൻ്റെ പുറത്തേക്ക് കാറ്റ് വീശിയിട്ട് ഒരു മരം ചില്ല ഒടിഞ്ഞ് വീണ ഒരിത്. അപ്പം ഞാൻ ആസിയോട് പറയുന്നുണ്ട്, ഈ തെങ്ങാണ് ഇനി മറിഞ്ഞ് നമ്മൾ കാറിന് മുകളിലേക്ക് വീഴുമോ എന്നൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട്. അതുപോലെയായിരുന്നു ചില തെങ്ങുകളൊക്കെ കാറ്റടിച്ചിട്ട് ഈ മണ്ട വളഞ്ഞു വരുന്നുണ്ടായിരുന്നു. അതൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ നല്ല പേടിയുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഈ കടലിൻ്റെ മക്കളെ സമ്മതിക്കണം കേട്ടോ. അവർ കടലിൽ പോയി നമുക്ക് വേണ്ടിയിട്ട് മത്സ്യത്തിനെ കൊണ്ടുവരുന്ന മാത്രമല്ല, ആ ഭാഗത്ത് അവർക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടും അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഞങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ സ്വർഗ്ഗത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയേണ്ടി വരും. അപ്പോൾ കൂട്ടുകാരെ, വീഡിയോ ഇഷ്ടപ്പെട്ടു ഞാൻ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.